എന്താ വാസുവേട്ട? ഹലോ, ഞാനിത് മറ്റൊരാളിൽ നിന്നും വാങ്ങിച്ച നമ്പരാ. നിങ്ങള് ആനന്ദവർമ്മയുടെ വീട്ടിലെ സെക്യൂരിറ്റി അല്ലേ? ഹലോ, ഞാൻ എന്നെ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ജഗന്നാഥൻ, ബിസിനസ്സുകാരനാ. ആനന്ദ നിലയത്തിലെ വർമ്മയുടെ ബിസിനസ് പാർട്ണറായിരുന്നു അണക്കര കൊട്ടാരത്തിൽ ജഗന്നാഥൻ. ആ ജഗന്നാഥൻ സാറ് അറിയാം. എന്താ സാർ? ഞാൻ ചോദിച്ചതിന് താൻ ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. താൻ ആനന്ദവർമ്മയുടെ വീട്ടിലെ സെക്യൂരിറ്റി അല്ലേ? അതെ. എനിക്ക് തന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. അണക്കര കൊട്ടാരത്തിൽ ജഗന്നാഥൻ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ താൻ സങ്കല്പിക്കുന്നതിനേക്കാളും 10 ഇരട്ടിയോളം പ്രതിഫലം ഉണ്ടാവും. ദാനം കൊടുക്കുന്ന കാര്യത്തില് ജഗന്നാഥൻ കർണന്റെ ഏട്ടനാ. അപ്പോ എപ്പോഴാ നമ്മൾ തമ്മിൽ കാണുന്നത്? അത് സാറ് പറഞ്ഞു. എന്റെ വീട് തനിക്കറിയാവോ? അണക്കര കൊട്ടാരം ആർക്കാണ് സാർ അറിയാത്തത്? ഓക്കെ. പക്ഷേ താൻ എന്റെ വീട്ടിലേക്ക് വരണ്ട. എന്റെ വീടിനടുത്ത് പുന്നക്കുഴി എന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വന്നാ മതി. എപ്പോഴാ സാർ? ജഗന്നാഥൻ ഒരു കാര്യം വിചാരിച്ചാൽ അതിന് കാലതാമസം ഉണ്ടാവില്ല. ഇന്ന് രാത്രി തന്നെ. ശരി സാർ. എടോ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. തന്റെ പേരെന്താ? നാരായണൻ. എന്നാ നാരായണൻ വേഗം പുറപ്പെട്ടോ. ശരി സാർ. എന്താ വാസുവേട്ട? ആ ദുഷ്ടൻ ജഗന്നാഥനാ. എന്തോ ചതിയുണ്ട്. ഞാൻ ആരാണെന്നറിയാതെ എന്നെ വിളിച്ചിരിക്കുന്നേ. പോണം, പോയേ പറ്റൂ. വാസുവേട്ടനെ കണ്ട അയാൾ തിരിച്ചറിയില്ലേ വാസുവേട്ട? ആ സെക്യൂരിറ്റി വേഷത്തിൽ തന്നെ പോവാം. മാസ്കും വെക്കാം. അപ്പൊ എന്തായാലും തിരിച്ചറിയത്തില്ലല്ലോ. അയാള് മഹാചതിയനാ വാസുവേട്ട. അവനൊരുക്കുന്ന ചതിയിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കണം. അതിനെനിക്ക് പോയേ പറ്റൂ. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നില്ലേ ഇന്ന്? അതെ, നല്ലൊരു ദിവസം അങ്ങനെ കടന്നുപോയി. എന്നും ഓർക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ. ഇതെന്താ, ഇനിയും താഴെ കിടക്കാനുള്ള പ്ലാനാ? എടോ, ഞാൻ തന്റെ ഭർത്താവാ. അക്കാര്യം മറന്നളയാണോ? ഇതെന്താടോ ഇത്? നാണമാണോ? ആണോ? എന്നാ ഇപ്പൊ മാറ്റിത്തരാം. എന്താടോ, തന്റെ ഭക്തി അല്പം കൂടിപ്പോയതുകൊണ്ടാണോ? അല്ല സർ, അത് സാറിനോട് എനിക്ക് റെസ്പെക്റ്റാ. ഭർത്താവിനോട് റെസ്പെക്റ്റ് അല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. നിന്നെ ഞാൻ അക്കിയുടെ മുറിയിൽ കിടത്താം. അതവന്റെ ഭാര്യയാവാനല്ല. ആ മോഹവും വേണ്ട. നീ അവന്റെ കാവൽക്കാരിയാവാമെങ്കിൽ എന്താ, സമ്മതമാണോ? സമ്മതമാണ്. നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന്.
ഇവിടെ വരാമെന്നാണല്ലോ അയാൾ പറഞ്ഞത്. ഇത് അവനാണല്ലോ. എന്നെ അവൻ കണ്ടോ? ഹലോ. ആഹാ, നാരായണൻ എത്തിയോ? ആ, ഞാനിവിടെ എത്തി സാറേ. താൻ വളരെ പങ്ക്ച്വലാണല്ലോടോ. ആ, ഞാൻ അങ്ങനെയാ സാറേ. വെരി ഗുഡ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാ എനിക്കിഷ്ടം. ഞാൻ തന്നെ വിളിപ്പിച്ചത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓപ്പറേഷൻ ഏൽപ്പിക്കാനാ. പറഞ്ഞോളൂ സാർ. നാരായണ, താൻ ഇപ്പോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആനന്ദ നിലയത്തിലെ ആ വർമ്മയുണ്ടല്ലോ, അയാളും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു പണ്ട്. ഇപ്പോ ഞങ്ങൾ രണ്ടു കൂട്ടരും ബദ്ധശത്രുക്കളാ. ശത്രുക്കളാകാൻ എനിക്ക് ജെന്യൂനായിട്ടൊരു റീസൺ ഉണ്ട്. ഇതൊന്നും തന്നോട് പറയേണ്ട കാര്യമല്ലല്ലോ. സാർ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ആ വീട്ടിലെ 2-3 എണ്ണത്തിനെ അങ്ങ് തട്ടണം. അവിടുത്തെ വസുന്ധര കരയണം. അതിന് ആദ്യം കൊല്ലേണ്ടത് അവളുടെ വാത്സല്യപുത്രൻ അഖിലിനെയാണ്. രണ്ടാമത് അവന്റെ ഭാര്യ ശ്യാമയെ. മൂന്നാമത് ആരെ വേണോന്നുള്ളത് ഞാൻ പുറകെ പറയാം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പുറകെ വിശദമായിട്ട് അറിയിക്കാം. 10 ലക്ഷം രൂപയാ ഞാൻ തനിക്ക് പ്രതിഫലമായിട്ട് തരുന്നത്. ശരി സാറേ. എന്നാലൊരു കാര്യം ചെയ്യ്, താൻ അവിടെ തന്നെ നിൽക്കുക. എന്റെ ഒരാള് തന്നെ ഇപ്പൊ കാണാനായിട്ട് അവിടെ വരും. നാരായണനല്ലേ? അതെ. ആനന്ദ നിലയത്തിലെ സെക്യൂരിറ്റി? അതെ സാർ. ഇതെന്താ സാറേ? ജഗന്നാഥൻ സാർ തന്നയച്ചതാ അഡ്വാൻസ്. അയ്യോ, ഇപ്പം ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. തന്നെ ഈ തുക ഏൽപ്പിക്കാൻ സാറ് പറഞ്ഞു. ഹലോ സാറേ. നാരായണ, സൗമ്യനായിട്ട് പെരുമാറുന്ന ഞാൻ പലപ്പോഴും സംഹാരമൂർത്തിയായിട്ട് മാറാറുമുണ്ട്. കാര്യം നടക്കാതിരിക്കുകയോ താൻ കാലുമാറുകയോ ചെയ്താൽ തന്നെ നേരിട്ട് വന്ന് കണ്ട് തട്ടിക്കളയുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. ഈശ്വര, കാണല്ലോ. ദൈവമേ, പെരുവിരല് തൊട്ട് നിറകന്തല വരെ ഒരു വിറയില്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കട്ടായല്ലോ. ഹോ, വീണ്ടും വിളിക്കുന്നു. മമ്മി, മമ്മി, മമ്മി. എന്താ മോളെ? വിവേക് വിളിക്കുന്നു. ദൈവമേ, അവന്റെ ചീത്ത വിളിക്കാനായിരിക്കോ? എനിക്കറിയില്ല മമ്മി. ഞാൻ അവനെ ഒന്നാന്തരമായിട്ട് തേക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവൻ ഇനി എന്നെ ഉപദ്രവിക്കോ? മമ്മി, ആസിഡ് ആസിഡ്. അതൊന്നുമല്ല. അതിനുള്ള ചങ്കൂറ്റൊന്നും അവനില്ല. അവന്റെ തലമണ്ടെങ്കിൽ ഞാൻ അടിച്ചു പൊളിക്കും. അതെ, കട്ടായി. അവൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂ. എനിക്കും അതാ സംശയം. അവൻ അറിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നല്ലോ.
ദേ ഇത് 3ാമത്തെ തവണയാണ് വിളിക്കുന്നത്. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യാം. കേട്ടാ 2 ചീത്ത. അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ കാര്യം നമുക്ക് അനുകൂലം. ഞാൻ തന്നെ എടുക്കണമല്ലേ? ആ മമ്മി തന്നെ എടുക്ക്. കച്ചേരി നടത്തിയും കൂവലും ചീഞ്ഞ മൊട്ടേറും കിട്ടി. മമ്മിക്ക് നല്ല തൊലിക്കട്ടിയല്ലേ? ചീത്ത ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ അങ്ങോട്ടും പറയും. ഹായ് വിവേക്. ഹായ് മമ്മി. ഹായ് മോനെ. മമ്മി സ്പീക്ക്. ഇത് എവിടെയായിരുന്നു മോനെ? ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? എന്റെ മമ്മി ഒന്നും പറയണ്ട. ഓർക്കാപ്പുറത്തൊരു യൂറോപ്യൻ യാത്ര. തിരിച്ചു വരാൻ ഇത്രയും ദിവസം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഒന്ന് വിളിക്കായിരുന്നില്ലേ മോനെ? ഞങ്ങൾ ഇവിടെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? വിളിക്കാൻ പറ്റിയില്ല മമ്മി, അത്രയ്ക്കും തിരക്കായിരുന്നു. പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാതെ വന്നപ്പോ ഞങ്ങൾ കരുതി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുവെന്ന്. ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ മമ്മി. ഞാനൊരു വമ്പൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പ് വരെ ഒന്ന് പോയതാ. കോടികളുടെ ബഡ്ജറ്റിൽ ഒരു സിനിമ. ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം അവിടെ ഉള്ളവർ തന്നെയാ. 6-7 പാട്ടുകളുണ്ട് ഇതില്. പാട്ടുകളെല്ലാം ഞാനും വിസ്മയം കൂടിയാ പാടുന്നത്. വിസ്മയ എവിടെ മമ്മി? വിവേകിനെ കാണാതെ ഉരുകി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവളവിടെ കിടന്ന് ഉറങ്ങുക. ഒന്ന് ഫോൺ കൊടുക്കോ? മോളെ, ദേ വിവേകം വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ദേ വരുന്നുണ്ട്, കൊടുക്കാം. അയ്യേ കരയല്ലേ മോളെ. ദേ സംസാരിക്കും. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ വിവേക് വിളിച്ചല്ലോ, പിന്നെന്താ? എന്നാലും നല്ല ആളാ. ശരിക്കും ഇങ്ങനെയൊക്കെ മനുഷ്യനെ മറക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ അങ്ങനെ മറന്നതൊന്നും അല്ല വിസ്മയ. ഞാൻ വിസ്മയെ മറക്കേയില്ല. നമ്മളൊരു വമ്പൻ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. 1000 കോടിയുടെ ബഡ്ജറ്റ് വരുന്നൊരു സിനിമ. എല്ലാ പാട്ടുകളും നമ്മൾ രണ്ടുപേരും കൂടിയാ പാടുന്നേ. എല്ലാ വിവരങ്ങളും ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. തൽക്കാലം വിസ്മയ ഫോൺ വെച്ചോ. ഓക്കെ, എന്നാ ശരി. അയ്യോ മമ്മി, നടന്ന കാര്യങ്ങളൊന്നും വിവേക് അറിഞ്ഞിട്ടില്ല. നന്നായി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ അവനെ വഞ്ചിക്കരുത്. പക്ഷേ ഒരു കാര്യത്തിലും വഞ്ചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മമ്മി. അതേത് കാര്യം? ഞാൻ പാട്ടുകാരിയാണെന്നല്ലേ വിവേക് വിശ്വസിച്ചിരിക്കുന്നെ. ഹോ, അക്കാര്യം. നിനക്ക് വേണ്ടി ശ്യാമ ആയുഷ്കാലം പാടും. അതാ അവളുമായിട്ടുള്ള എഗ്രിമെന്റ്. പിന്നെ വഞ്ചന. ചതിക്കാനും വഞ്ചിക്കാനും അറിയില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും നേടാനൊക്കില്ല. കേട്ടല്ലോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു മനസാക്ഷിക്കുത്തും വേണ്ട. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ മോൻ വരുന്നോ നോക്കി കാത്തു നിൽക്കുമായിരുന്നു. എന്നെ കാണാനാണെങ്കിൽ വീട്ടിലേക്ക് വന്നോടായിരുന്നു വെച്ചാ. വഴിയിൽ എന്തിനാ കാത്തു നിന്ന്? അത് ഒരു പ്രധാന കാര്യം പറയണം. അതിന് വീട്ടിലോട്ട് വരണ്ടെന്ന് തോന്നി.
എന്താച്ചാ പറയാനുള്ളത്? മോനെ, മോൻ വളരെ സൂക്ഷിക്കണം. മോനെ ശ്യാമയെ അപകടപ്പെടുത്താൻ ആ ജഗന്നാഥൻ കാത്തിരിക്കുക. അച്ഛനിതെങ്ങനെ അറിഞ്ഞു? അത് ഞാൻ മറ്റുള്ളവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് അറിഞ്ഞതാ. മോനെ, നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിച്ചേ പറ്റൂ. അയാള് നിങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാൻ കാത്തിരിക്കുക. അയാൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ സാർ. ഈ ശത്രുതയും ഉപദ്രവവും ഒക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും സാരമില്ല സാർ. അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശ്യാമയുടെ കാര്യത്തിലും അച്ഛൻ പേടിക്കണ്ട. അല്ല, അച്ഛൻ ഇത് പറയാനാണ് ഇവിടെ വന്നത്? അതെ മോനെ, അച്ഛന് ടെൻഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. അച്ഛൻ ഒരു കാരണം വെച്ചാലും ടെൻഷൻ ആവണ്ട. അച്ഛൻ പേടിക്കുകയും വേണ്ട. ജഗന്നാഥന്റെ കാര്യത്തില് ഞങ്ങൾ കരുതിയിരുന്നോളാം. അച്ഛൻ കാറിലോട്ട് കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട മോനെ, എനിക്കിവിടെ അടുത്തൊരു വീട്ടിൽ കയറാനുണ്ട്. മോൻ ചെല്ലേ. ശരി അച്ഛാ. അതെ സർ, ലൊക്കേഷൻ മാപ്പ് അയച്ചിട്ടുണ്ട്. ശരി സർ, ഓക്കെ. മമ്മി, മമ്മി. എന്താ മോളെ? മമ്മി, ദേ അവരിങ്ങ് അടുത്തെത്തി. ഇപ്പൊ വരും. അവരെത്ര പേരുണ്ട് മോളെ? അവര് 3 പേരുണ്ട്. പടത്തിന്റെ പ്രൊഡ്യൂസറും എക്സിക്യൂട്ടീവ് പിന്നെ മ്യൂസിക് ഡയറക്ടറും. ജ്യൂസും ബിസ്ക്കറ്റും കൊടുക്കാല്ലേ? ചായയുടെ സമയമല്ലല്ലോ. അല്ല, ജ്യൂസ് മതി. മോളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അതല്ല മമ്മി, അവരെനിക്ക് അഡ്വാൻസ് തരാൻ വേണ്ടി വരിക. അതില് സന്തോഷിക്കല്ലേ വേണ്ടത്. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സിനിമ, അതും ചെറിയ സിനിമ വല്ലതുമാണോ? കോടികൾ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമ. ഇതൊരു ഭാഗ്യമായിട്ട് കരുതിയാ മതി മോളെ. മമ്മി, പാടേണ്ടത് ശ്യാമയാണ്. അതാ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കുന്നത്. അവളെ ഞാൻ എവിടേക്കാണെങ്കിലും വിളിച്ചു വരുത്തി വരച്ച വരയിൽ നിർത്തി പാടിക്കും. ആ മമ്മി, ദേ അവരെത്തി. വേഗം ചെല്ലു മമ്മി. ശരി. ആ, നമസ്കാരം. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ആരാണ് വിസ്മയ? ഞാനാണ് സർ. ഇത് അമ്മയാണല്ലേ? ആ അതെ. അമ്മ ഗാനഭൂഷണമാണ്. പ്രശസ്ത സംഗീതജ്ഞ GS അരുന്ധതി. എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ.